ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവ് ഉണക്കാൻ ബി.ജെ.പി. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ എന്നിവരെ ഇന്നലെ തന്നെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ജാമ്യം ലഭിച്ചതോടെ സഭയും അയഞ്ഞ നിലപാടിൽ ആണ്. സഭ നടത്തിയ സമരങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി എന്നതാണ് ബി.ജെ.പിയുടെ ആരോപണം. ജി ശ്രീജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമം അത് വലിയ പരിധി വരെ ഫലം കാണുന്നുവെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരുന്ന പശ്ചാത്തലം, പക്ഷേ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അതിനൊരു തിരിച്ചടിയായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ മുറിവുണക്കുക എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് നീക്കങ്ങളാണ് തുടരുന്നത്? അഭിലാഷ, വലിയൊരു ശ്രമത്തിലൂടെയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചത്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കാതിരുന്നത് എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അതിനുശേഷവും പല ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും അതിരൂക്ഷമായി ബി.ജെ.പി. വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ വലിയ സമരങ്ങൾ, സമീപകാലത്തൊന്നും സഭ നടത്താത്തതുപോലുള്ള സമരം ബി.ജെ.പിക്കെതിരെ ഫലത്തിൽ വരുന്ന നിലയിലുള്ള സമരങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത് ബി.ജെ.പിക്ക് ഒരു വലിയ തിരിച്ചടി ആയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അവരെ സംബന്ധിച്ചുണ്ട്. അത് പരിഹരിക്കുക, അതായത് ഈ വലിയ ശ്രമം നടത്തിയത് ബി.ജെ.പി. നടത്തിയത് കൊണ്ടാണ് ഫലത്തിൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്ന് സഭകളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ബി.ജെ.പി. ഫലത്തിൽ നടത്തുക. അത് ഏതാണ്ട് എല്ലാ ബിഷപ്പുമാരെ നേരിട്ട് കാണാനാണ് ശ്രമം. ഇന്നലെ അനൂപ് ആന്റണി ഡൽഹിയിലാണുള്ളത്. തിരുവനന്തപുരത്തുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോൺ നേരത്തെയും സഭകളുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഷോണിന് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഈ ക്ലിമീസ് കാതോലിക്ക ബാവ, അതായത് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെ അദ്ദേഹം കണ്ടിരുന്നു. തട്ടിൽ പിതാവ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇന്ന് ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നെയ്യാറ്റിൻകര രൂപത, അങ്ങനെ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്താനാണ് തീരുമാനം. അങ്ങനെ ഓരോ ദിവസവും പല ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിലൊരു എഫർട്ട് ഇതൊക്കെയാണ് നടന്നത് എന്ന് ബോധ്യപ്പെടുത്തി അവരുടെ ഒരു പിണക്കം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, അതിൽ ഇന്നലെ ഷോൺ ജോർജ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ സഭകളുടെ സമരത്തിലടക്കം തീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചില സംഘടനകളുടെ ആളുകൾ സമരങ്ങളിൽ, ജാഥകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ്. അതും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഉള്ള ശ്രമം നടത്തുമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ചെറിയ സംഘത്തെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധവും അവിടെ നിൽക്കുന്നുണ്ട്. ഫലത്തിൽ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തിരിച്ചടി, താൽക്കാലിക തിരിച്ചടിയാണെങ്കിലും അത് ഭാവിയിൽ ബി.ജെ.പിക്ക് തന്നെ ഗുണമാകും എന്നുള്ളതാണ്. ഈ സഭകൾക്ക് കാര്യം ബോധ്യപ്പെടും എന്ന ചിന്ത തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചുള്ളത്. അപ്പുറത്തുള്ള ഹൈന്ദവ സംഘടനകൾക്കും അത്തരത്തിൽ ബോധ്യപ്പെടുമെന്നുള്ള ചിന്ത തന്നെയാണുള്ളത്. എന്തായാലും വളരെ തിരക്കിട്ട ശ്രമങ്ങളാണ് ബി.ജെ.പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. അതുകൂടിയുള്ളത് കൊണ്ടാണ് കോൺഗ്രസും CPM ഒക്കെ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തതെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവ് വളരെ വേഗത്തിൽ ഉണക്കുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ച് അനിവാര്യമാണ്. അഭിലാഷ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മുറിവുകൾ ഉണക്കുക. അതിനുള്ള കഠിനമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. നടത്തിക്കൊണ്ടുവരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ.